വെൽക്കം ടു മൂവി ബ്രാൻഡ്. 1996 പുറത്തിറങ്ങിയ സല്ലാപത്തിലൂടെയാണ് മഞ്ജു വാര്യർ മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. ദിലീപ് ആയിരുന്നു മഞ്ജുവിന്റെ നായകൻ. ദിലീപിനൊപ്പം തന്നെ അഭിനയിച്ച ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കി. കണ്ണെഴുതി പൊട്ടും തൊട്ടി എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട്. ദിലീവാല രാജകുമാരൻ, കളിവീട്, കളിയാട്ടം, ആറാം തമ്പുരാൻ, കുടമാറ്റം, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ഇരട്ട കുട്ടികളുടെ അച്ഛൻ, പ്രണയവർണ്ണങ്ങൾ, കന്മദം, സമരൻ ബദലഹെ, പത്രം എന്നിവയാണ് അക്കാലത്ത് ശ്രദ്ധേയമായ മഞ്ജു വാര്യർ സിനിമകൾ. പിന്നീട് ദിലീപിനെ വിവാഹം കഴിച്ച ശേഷം സിനിമയിൽ നിന്ന് ദീർഘകാലം ഇടവേളയെടുത്തു. 2014 ദിലീപുമായുള്ള ബന്ധം വേർപെടുത്തി. മഞ്ജുവും ദിലീപും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമാണ്. സല്ലാപം, ഈ പുഴയും കടന്ന് എന്നീ സിനിമകളിലൂടെ ദിലീപും മഞ്ജുവും അടുത്ത സുഹൃത്തുക്കളായി. അധികം താമസിക്കാതെ ഇരുവരുടെയും പ്രണയം പൂവിട്ടു. മഞ്ജു അക്കാലത്ത് സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരുന്നു. ദിലീപിന് ഇപ്പോൾ ഉള്ള പോലെ താര പദവിയൊന്നും ഉണ്ടായിരുന്നില്ല. ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരവും മഞ്ജു വീട്ടിൽ പറഞ്ഞു. ദിലീപുമായുള്ള ബന്ധത്തെ മഞ്ജുവിന്റെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെക്കാൾ താരമൂല്യം കുറഞ്ഞ ഒരാളെ മഞ്ജു വിവാഹം കഴിക്കുന്നതാണ് മഞ്ജുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. വീട്ടുകാർ എതിർത്തപ്പോഴും ദിലീപ് മഞ്ജു വാര്യർ പ്രണയത്തിന് സിനിമാ മേഖലയിൽ നിന്ന് ശക്തമായി പിന്തുണയുണ്ടായിരുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിൽ മഞ്ജു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളികൾ ഏറെ ആഘോഷിച്ച താരവിവാഹം നടക്കുന്നത്. ബിജു മേനോൻ, കലാഭവൻ മണി തുടങ്ങിയ നടന്മാർ അന്ന് ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹം നടത്താൻ മുൻകൈയെടുക്കുകയായിരുന്നു. മഞ്ജുവിന്റെ മാതാപിതാക്കൾ ശക്തമായി ഇതിനെയെല്ലാം എതിർത്തിരുന്നു. ദിലീപിനെ വിവാഹം കഴിച്ച ശേഷം മഞ്ജു സിനിമയിൽ നിന്ന് ദീർഘകാലമാണ് ഇടവേളയെടുത്തത്. 2014 ദിലീപുമായുള്ള ഈ ബന്ധം വേർപെടുത്തി. മഞ്ജു വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ദിലീപിന് ഇഷ്ടമായില്ല എന്നായിരുന്നു ഗോസിപ്പ്. ഇതേക്കുറിച്ചുള്ള തർക്കമാണ് പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തിയതെന്നും വാർത്തകൾ വന്നു. എന്നാൽ നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടുമേൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിരുന്നു. തനിക്കും ആഗ്രഹം ഉണ്ടാകരുതെന്ന് മഞ്ജു ആഗ്രഹിച്ചു. ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനെ ദിലീപ് എതിർത്തതോടെയാണ് അവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത്. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24 മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത്. അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയില്ല. ദിലീപിന് എല്ലാ ഐശ്വര്യം വന്നത് മഞ്ജുമായുള്ള വിവാഹത്തിന് ശേഷമാണ്. അയാൾ ചെറിയ വേഷങ്ങളിലൂടെ പടിപടിയായി ഉയർന്നു. അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറി. വിവാഹമോചന ശേഷം മഞ്ജു വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തി. ഹൗ ഓൾഡ് ആർ യു, റാണി പത്മിനി, വേട്ട, ഉദാഹരണം, സുജാത, വില്ലൻ, ആമി, ഒടിയൻ, ലൂസിഫർ, അസുരൻ, പ്രദീപ് പൂവാലൻകോഴി, ദി പ്രീസ്റ്റ്, മരയ്ക്കാർ, അറബിക്കടലിലെ സിംഹം, ലളിതം സുന്ദരം, ആയിഷ, ഫൂട്ടേജ് തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിന് ശേഷം മഞ്ജു അഭിനയിച്ചത്. പരസ്യ വിപണിയിൽ ഇന്ന് മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി മഞ്ജു മാറി. 46 വയസ്സിലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്നാണ് സിനിമാ ബിസിനസ് മാഗസിനുകൾ പറയുന്നത്. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി.